എറണാകുളം ഞാറയ്ക്കലിൽ ഞാനൊരു വാർത്ത കണ്ടു. അതായത് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മറ്റുള്ള സ്ഥലത്തുള്ള 9ാം ക്ലാസ്സിലും അതുപോലെ 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്നിട്ട് ഗുണ്ടകളെ പോലെ തല്ലിച്ചതുക്കുകയാണ്. അതായത് ഒരു ചെറുക്കൻ ആ പട്ടിയെ പോലെ തല്ലുകയാണ്. മൂന്ന് നാല് കുട്ടികൾ ചേർന്നിട്ട്. ആലോചിച്ച് നോക്കണം, 9ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2വിനൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ വന്നിട്ട് ചെറിയ നിസാര കാര്യത്തിന്, നമ്മളൊക്കെ പണ്ട് പന്ത് കളിക്കുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീർക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂടി വന്നിട്ട് വീട്ടിൽ നാളെയും കൂട്ടി വന്നിട്ട് പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലിയത്. ആലോചിച്ച് നോക്കണം, നിങ്ങൾ ഞെട്ടിക്കുന്നൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടുന്ന് എറണാകുളത്തുള്ള ഞാറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇവറ്റകളുടെ മാതാപിതാക്കളെ പിടിച്ചിട്ടില്ലേ, കെട്ടിയിട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഇവറ്റകൾ വളർത്തി വിട്ട് കഴിഞ്ഞാൽ നാളെ എറണാകുളംകാർക്ക് തമ്മനത്തിലെ കുറേ ടീമുണ്ടല്ലോ, അതുപോലെയുള്ള കുറേ ഗുണ്ടകളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നിങ്ങളത് പ്രതികരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം. അതായത് 2 ദിവസം മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ഒരു ടർഫിൽ കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. അതിലൊരു 9ാം ക്ലാസ്സുകാരനെ നല്ല രീതിയിൽ തല്ലി ചതക്കുന്നുണ്ട്. അവസാനം എന്ന് പറഞ്ഞാൽ ഇവനെയും വണ്ടിയിലിട്ടിട്ട് മുക്കി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആലോചിക്കണം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് മുക്കി കൊല്ലാൻ വേണ്ടിയിട്ട്. ഭാഗ്യത്തിന് അവിടെയുള്ള ജീവനക്കാരി ഇത് കാണുകയാണ്. ഒരു സ്ത്രീ അവർ വിളിച്ചു കൂവുകയാണ്. അങ്ങനെ വിളിച്ചു കൂവിയപ്പോഴേ ആ ചെറുക്കനെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവന്മാരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠനിയന്മാരുണ്ട്, അതുപോലെ ബന്ധുക്കളുണ്ട്, ഇങ്ങനെയുള്ള കുറേ ടീമുകൾ. അതായത് ഏതോ ഒരു ചെറുക്കനുമായിട്ട് ചെറിയൊരു കശവശ, അവനാണെങ്കിൽ കൊട്ടേഷൻ കൊടുത്തതുപോലെ കുറേ ടീമിനെയും കൊണ്ടുവന്നിട്ട് ഈ ഗുണ്ടകളൊക്കെ പെരുമാറൂലേ അതേപോലെ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്കൊന്നും പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് വേറെ സെക്ഷനിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇവന്മാരുടെ അഹങ്കാരം ഇതാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് നാൾ മുമ്പ് ഈ ഷബഹാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം അതിലൊരുത്തൻ പറയുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമത്തിന്, കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, കുട്ടികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അവസാനം എന്തായി, ആ പിള്ളേരെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ നേതാക്കന്മാരുടെ തിരക്ക് നമ്മൾ കണ്ടതല്ലേ. അതായത് ഇവറ്റകളെ ഒന്ന് ജയിലിലിടാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. പരീക്ഷ എഴുതിക്കണം എങ്ങനെയായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും. അപ്പോൾ അതിൻ്റെ കുഴപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രശ്നത്തിന് ഇതുപോലെ തല്ലുക. ഈ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെമ്മാടിക്കൂട്ടമായി മാറും. അതെന്ന് പറയുന്നത് നമ്മുടെ നാടിനെ തന്നെ ആപത്താണെന്ന് എനിക്ക് പറയാനുള്ളൂ. ആ അച്ഛനുണ്ടല്ലോ, അതായത് ഈ തല്ലുകൊണ്ട് ആ ഒരു ചെറുക്കൻ്റെ അച്ഛൻ, അയാൾ ശരിക്കും പറഞ്ഞു കേട്ടപ്പോഴും നമ്മൾ ഞെട്ടിപ്പോയായിരുന്നു. കാരണം നെഞ്ചിനൊക്കെ നല്ല പരിക്കുണ്ട്, അതുപോലെ തന്നെ വയറിന് പരിക്കുണ്ട്, പിന്നെ കയ്യും കാലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചതവ് പറ്റിയിട്ടുണ്ട്. അമ്മാതിരി ഇടിയായിരുന്നു. അതുപോലെ മുഖത്താണ് ഇവന്മാർ ഇടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ കൈ ഉണ്ടാക്കിയിട്ട് പഞ്ച് ചെയ്യായിന്ന്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കരാട്ടയാണ്. ഇന്ന് എല്ലാ കുട്ടികളും നമുക്കറിയാം, എല്ലാം ജിമ്മിലും കരാട്ടയിലും പോയിട്ട് നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവറ്റകളുടെ തന്ത മാറും തള്ള മാറും. അവരെയാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള ടീമുകൾ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ തള്ളേനെയും തന്തേനെയും കൊണ്ടുപോയിട്ട് ജയിലിലിടണം. അതാണ് വേണ്ടത്. ഈ കുട്ടികളെ ജയിലിലിടണ്ട, ഈ തന്തേനെയും തള്ളേനെയും ജയിലിട്ടാൽ മതി. അവറ്റകൾ ജയിലിൽ പോയി കിടക്കട്ടെ. അപ്പോഴെങ്കിലും ഇവറ്റകൾക്ക് മനസ്സിലാകും എന്തൊക്കെ ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്. നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഭയങ്കര ഭയമായി തുടങ്ങി. കാരണം ഇവറ്റകൾ വളർന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരാൾക്ക് പോലും ഇവിടെ വഴി നടക്കാൻ കഴിയില്ല. കാരണം 9ാം ക്ലാസ് പഠിക്കുന്നവന് ഒരാളെയും വിലയില്ലാതെ ഒരു ഭയവുമില്ലാതെ ഒരുത്തനിങ്ങനെ തല്ലണമെങ്കിൽ അവൻ ഏറ്റവും വലിയ ക്രിമിനലായിരിക്കും. അല്ലാതെ നമ്മൾക്കൊരു സാധാരണ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ അച്ഛനമ്മമാർ ഈ ക്രിമിനലുകളായിരിക്കാം. അതായത് ഈ ഷബഹാസ് എന്ന് പറയുന്ന പയ്യനെ കൊന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും നമുക്കെല്ലാം കിട്ടിയ വിവരം എന്താ, ഇതിൻ്റെയൊക്കെ തന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ പണിക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ എന്നാൽ 1-2 എണ്ണത്തിൻ്റെ തന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി കേസിൽ പ്രതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളുടെ മക്കൾ ആ ഒരു തരത്തിലേ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് നാട്ടുകാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കുറേ ഗുണ്ടകളുണ്ടല്ലോ, ഈ തമ്മനവും പിന്നെ അമ്മയ്ക്കൊരു മകനും, ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ പേരാണ്. ഇവന്മാരൊക്കെ ഇപ്പോഴും സ്റ്റാറാണ്. ഇവന്മാരൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പഴയ ഗുണ്ടകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യലും അതുപോലെ തന്നെ ടി വിയിൽ പഴയ വീരകൃത്യങ്ങൾ പറയല, ഞാൻ അവനെ ഇതാക്കിയിട്ടുണ്ട്, ഞാൻ ഇവനെ ഇതാക്കിയിട്ടുണ്ട്, ഞാൻ ഭയങ്കര പ്രതികരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൂടി ഇവിടെയുള്ള നിയമപാലകർ ഒരു കേസ് വരെ എടുക്കുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനും അതുപോലെ സംരക്ഷിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇങ്ങനെയുള്ള ടീമുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംരക്ഷണം കൊടുക്കാനും ആൾക്കാരുണ്ടാകും. അതൊക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മളെ കമ്മട്ടിപ്പാടം സിനിമ കണ്ടില്ലേ, അതിൻ്റെ അകത്തില്ലേ കുറേ ഗുണ്ടകൾ ഇങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് ഓരോ മുതലാളിമാർ. അതേപോലെ ഇവറ്റകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം എന്നുള്ള ഇതിൽ അവസാനം എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഏതെങ്കിലും കത്തിമനയിലായിരിക്കും തീരുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമ്മാൻ്റെ കരച്ചിൽ നമ്മൾ കേട്ടു. എന്താണ് കരച്ചിൽ? എന്താണ്? അയ്യോ രക്ഷിക്കണം, എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലേ, അവറ്റകളെ പോലീസുകാർ തല്ലിച്ചതുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മ ഇങ്ങനെ കരയുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ എറണാകുളത്ത് വെച്ചിട്ട് കുറച്ച് ടീമിനെ പിടിച്ചിരുന്നു, ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ പോലീസുകാരെ നല്ലോണം അങ്ങ് ആക്രമിച്ചു. പോലീസുകാർ എന്ത് ചെയ്തു? അവിടെ പോലീസായിട്ട് തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ്. ആ പോലീസുകാർക്ക് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള സ്ഥിതിയിലാക്കി വിട്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഉമ്മാൻ്റെ നിലവിളി, അയ്യോ എൻ്റെ മകനെ തല്ലിക്കൊന്നതാ നോക്കെ കിടത്തിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഉമ്മാൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് ഗുണ്ടയുടെ ഉമ്മയുടെ ഇൻ്റർവ്യൂ. ആര് വില കൊടുക്കുന്ന തള്ളേ നിനക്കൊക്കെ? നീയൊക്കെ ഇതുപോലെയുള്ള കാപാലികന്മാരെയല്ലേ പഠിച്ചു വിട്ടിരിക്കുന്നത്. ഒരാൾ പോലും നിന്നെയൊന്നും വില വെക്കത്തില്ല. നിന്റെ മകൻ അവിടെ കിടന്ന് കരയണം, അപ്പോഴും മാത്രമേ അവനൊക്കെ പഠിക്കത്തുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവറ്റകൾക്കൊന്നും പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു ദയാദാക്ഷിണ്യം ഒന്നും കൊടുക്കരുത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെയും ഇതുപോലെ തല്ലാനും പിന്നെ വെട്ടാനൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗുണ്ടകളെ വളരാൻ അനുവദിക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഗുണ്ടകളെ വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പറയിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജനങ്ങളെ പോലും പറയിക്കുകയാണ്. അതായത് അവിടെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വരെ ഇവറ്റകളെ കൊണ്ട് നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഞാറയ്ക്കൽ സംഭവം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ഇവറ്റകളുടെ തന്തയെയും തള്ളമാരെയും എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടിടണം. ഇവരെ ഒന്നും ചെയ്യേണ്ട, ഇവരെ നിങ്ങൾ ഒരു വസ്തു ചെയ്യേണ്ട, ഇതിന് പകരമായിട്ട് അവരെ കൊണ്ടുപോയിട്ടിടണം. അങ്ങനെയെങ്കിലും ഇവറ്റകൾ നന്നാവുമെന്ന് നോക്കണം. അതാണ് വേണ്ടത്. പട്ടിയെ തല്ലുന്നത് പോലെ ഒരു മനുഷ്യന് പോലും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ മക്കളെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ടീമുകൾ ഉണ്ടെങ്കിൽ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. പിന്നെ ഏത് ടർഫിലെ കളിയായാലും എന്ത് കളിയായി കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു കണ്ണുണ്ടാകണം. ഈ ടർഫ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് രാത്രി കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി നടക്കാനും അതുപോലെ തന്നെ പല പരിപാടികൾക്ക് പോകാനും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർഫിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ഉമ്മാനെ വീട്ടിലെ അമ്മയെയും അച്ഛനെയും പറ്റിച്ചിട്ട് പുറത്തു വരുന്നുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ, മകൻ പോയി കളിക്കട്ടെ, നാളത്തെ ഒരു വലിയ പോലീസുകാരനോ ഇല്ലെങ്കിൽ പട്ടാളക്കാരനോ ഒക്കെ ആവേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ എങ്ങ് കളിക്കാൻ വിടും. പക്ഷെ ഇവരൊക്കെ അവിടെ കൃത്യമായിട്ട് ഇല്ലുന്നുണ്ടോ, അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇവരുടെ കൂട്ടുകാരാരാണ് എന്നൊക്കെ തിരക്കുന്നതൊന്നും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.